സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വേടനെക്കുറിച്ച് പിന്നെയും പുതിയ കേസുകൾ നമ്മൾ ഇന്ന് കേട്ടു തുടങ്ങിയിരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസ്, പീഡന കേസാണ് ഇപ്രാവശ്യം വേടനെതിരെ നമ്മൾ കേൾക്കുന്നത്. പുലിനഖമൊക്കെ, മയക്കുമരുന്ന് കേസൊക്കെ ഒത്തിരി കുഞ്ഞു കാര്യം. ഇപ്പോൾ വലിയ കേസുകൾ, വലിയ ആരോപണങ്ങൾ വേടനെതിരെ കേൾക്കുന്നു. വേടനെക്കുറിച്ച് ഒന്ന് രണ്ട് പാഠഭേദങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേടൻ്റെ പാട്ട് പാഠപുസ്തകത്തിലാക്കിയ ആ ഒരു വിവാദം വന്നപ്പോൾ നിശബ്ദമായിരിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത്. എന്നാൽ കൂടുതൽ വിവാദങ്ങളും കൂടുതൽ വാർത്തകളും കേൾക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് പാഠഭേദത്തിലൂടെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ്. ഒന്നാമത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പാഠപുസ്തകത്തിൽ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയത് ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്ത ഒരു വാർത്തയാണ്. ഞാൻ ദ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്ത കണ്ടു. അതായത് വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന് പറയുന്ന ആ ഒരു പാട്ട് യൂണിവേഴ്സിറ്റിയുടെ പാഠപുസ്തകത്തിൽ, മലയാള പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കിയതിനെക്കുറിച്ച് കേവലം കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ഹിന്ദു പോലെയുള്ള വലിയ നാഷണൽ മീഡിയ ഹൗസുകൾ റിപ്പോർട്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വേടനെതിരെ വന്ന ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ, മയക്കുമരുന്ന്, പുലിനഖം, പിന്നെ ഇപ്പോഴത്തെ പീഡന കേസ്, ഇതൊക്കെ പാഠപുസ്തകത്തിൽ ചേർത്ത് പഠിപ്പിച്ചുകൂടെയോ എന്ന് ദോഷൈക ദൃക്കുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വേടൻ്റെ പാട്ട് മാത്രമല്ല, വേടൻ്റെ ജീവിതശൈലിയും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കുറ്റം മാത്രം പറയുന്നവർ, ദോഷൈക ദൃക്കുകൾ, അവർക്ക് പറയാനുള്ളത്. സത്യം പറയാമല്ലോ, എൻ്റെയും അഭിപ്രായം ഏകദേശം അതൊക്കെ തന്നെയാണ്. വേടനെ പോലെ ഉള്ള ജീവിതശൈലിയുള്ള ഒരു ചെറുപ്പക്കാരനെ പുണ്യവൽക്കരിച്ച് അദ്ദേഹം എന്തോ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലെ ഈ പറഞ്ഞ വൈകൃതങ്ങളെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നാം നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ഒരു വലിയ കുറ്റമാണ്, ഒരു തിന്മയാണെന്ന് പറഞ്ഞേ മതിയാകുകയുള്ളൂ. വേടനെക്കുറിച്ച് ഞാനിങ്ങനെയാണ് കേട്ടത്. കഴിഞ്ഞ മയക്കുമരുന്ന് കേസിന് ശേഷം വേടൻ്റെ ഗ്രാഫ് മാർക്കറ്റിൽ ഒത്തിരി അങ്ങ് കൂടി. വേടൻ്റെ പ്രോഗ്രാംസും അതിനുള്ള ചാർജുകളുമൊക്കെ 10 മടങ്ങ് വർദ്ധിച്ചു. കാരണം യൗവനക്കാരുടെ ഇടയിൽ വേടൻ ഒന്നുകൂടെ ഒന്ന് ഹീറോ ആയി മാറി. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന ഒറ്റ കാരണമാണ് യൗവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹരം പിടിപ്പിക്കുവാൻ കാരണമായി തീർന്നതെന്നാണ് ഈ പറഞ്ഞ ചില ദോഷൈക ദൃക്കുകൾ തന്നെ പറയുന്നത്. ഒരുപക്ഷെ ഞാനും അങ്ങനെയുള്ള ഒരു ദോഷൈക ദൃക്കായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഞാനും പറയുന്നത്. അപ്പോൾ വേടൻ്റെ ഗ്രാഫ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ കാരണം ഈ പറഞ്ഞതുപോലെയുള്ള കേസുകളാണ്. ഇത് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കണ്ടേ? ഞാൻ ഒരു ആക്ഷേപഹാസ്യമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പാഠഭേദത്തിൻ്റെ പ്രേക്ഷകർ നേരെ വാ നേരെ പോ എന്ന ബുദ്ധിക്കാരാണ്. വരികൾക്കിടയിൽ വായിക്കുവാനും ആക്ഷേപഹാസ്യം, സാറ്റയർ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല ആത്മീയരായതുകൊണ്ടാകാം അത്രയും അറിയത്തില്ല. അവർ പറയും, ഫിന്നി പാസ്റ്റർ ദേ പറഞ്ഞിരിക്കുന്നു, വേടൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കണം. ഇത് കൃത്യമായ ആക്ഷേപഹാസ്യമാണ്. അങ്ങനെ പറഞ്ഞു തരേണ്ടി വരുന്നത് തന്നെ ഒരു പരാജയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആൾക്കാർക്ക് പലർക്കും പറഞ്ഞതെന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. എന്താണെങ്കിലും ഇനി ആക്ഷേപഹാസ്യമൊന്നുമില്ല, കാര്യം നേരെ അങ്ങ് പറയാം. ആരൊക്കെയോ കൂടി വേടനെ വളർത്തിയെടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു, വേടൻ എന്ന പ്രതിഭാസം അത് അങ്ങനെ പൊട്ടി വീണ മുളച്ചു വന്ന ഒന്നൊന്നുമല്ല, മറിച്ച് അടുത്ത 2026 ഇലക്ഷന് വേണ്ടി ആരൊക്കെയോ തുറുപ്പുചീട്ടാക്കുവാൻ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് വേടൻ. അടുത്ത ഇലക്ഷൻ കാലമാകുമ്പോൾ
വേടൻ്റെ മുഖം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കൈ അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേടനെതിരെ കേസെടുത്തതും വേടനെ വലിയവനാക്കിയതും വേടനെ ഹീറോ ആക്കിയതും ഒക്കെ ആ ഒരു പൊളിറ്റിക്കൽ ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വോട്ട് കിട്ടി ജയിക്കണം, അവരുടെ സിംഹാസനങ്ങൾ ഉറപ്പിക്കണം, അല്ലാതെ പൊതുജനത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നമ്മുടെ തലമുറയെ തെറ്റായ മാതൃകകൾ കാണിച്ച് അവരെ തെറ്റിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിലൊന്നും ഒരു തെല്ലുപോലും മനസാക്ഷിക്കുത്ത് ഈ രാഷ്ട്രീയക്കാർക്ക് ഒന്നുമില്ല. നമ്മളെപ്പോലെ ഉള്ളവർ മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അപശുദ്ധിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ, യൗവനക്കാരെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, എങ്ങനെയെങ്കിലും തെറ്റിൻ്റെ ഈ കരാളഹസ്തത്തിൽ നിന്ന് നമ്മുടെ യുവതയെ രക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ സങ്കടമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തെറ്റായ ശീലമുള്ളവരെ പ്രൊമോട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട കുറേ വോട്ടുകളിൽ മാത്രം കണ്ണുവെച്ച് നമ്മുടെ യുവതയെ അവർ കുരുതി കൊടുക്കുകയാണ്. ഇത് വളരെ സങ്കടകരമാകുന്ന ഒരു സത്യമാണ്. നാം അടിമകളായി തീർന്നിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ കേരള ജനത, പൊതുജനം വിഡ്ഢിയാണെന്നും കഴുതയാണെന്നുമൊക്കെ എപ്പോഴും നമ്മൾ പറയാറില്ലേ? വോട്ടുകൾക്ക് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുമ്പോൾ എല്ലാ ഇലക്ഷനും നമ്മൾ ഇവരെ മാറി മാറി ജയിപ്പിച്ചു വിടുന്നു. കാരണമെന്താ? കാരണം മുമ്പേ പറഞ്ഞത് തന്നെ, നമ്മൾ വിഡ്ഢികളാണ്, നമ്മൾ പൊതുജനം കഴുതകളാണ്. കാരണം നമുക്ക് ഈ ആളുകളുടെ വഞ്ചന തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഒട്ടും ഹൃദയമില്ലാത്ത, ഹൃദയശൂന്യമാകുന്ന പ്രവർത്തികളാണ് നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് കാണുവാൻ ഇടയായിത്തീരുന്നത്. അവർക്ക് വോട്ട് മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ നമ്മളുടെ ക്ഷേമവും നമ്മുടെ തലമുറയുടെ ഭാവിയും ഒന്നും ഇത്തരം രാഷ്ട്രീയക്കാർ ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. വേടനെ പോലെയുള്ള ഇങ്ങനെയുള്ള സ്വഭാവ മഹത്വങ്ങളുള്ള വ്യക്തിയെ അല്ല ആളുകളുടെ മുമ്പിൽ പാഠപുസ്തകത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിത ഉൾപ്പെടുത്തി വലിയവനാക്കി കാണിച്ച് ചിത്രീകരിച്ച് മാതൃകയാക്കി ഈ യുവതയെ തെറ്റിലേക്ക് നയിക്കേണ്ടത് എന്ന് പറഞ്ഞേ മതിയാകുള്ളൂ. വലിയ തെറ്റാണ് പലപ്പോഴും ഈ ഭരണകൂടവും രാഷ്ട്രീയത്തിലുള്ളവരുമൊക്കെ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഉറപ്പിച്ചു പറയാം, വേടൻ അല്ല മാതൃക. എന്നെ ആരെങ്കിലും കേൾക്കുന്ന യൗവനക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ, കഞ്ചാവും പിന്നെ ഇങ്ങനെയുള്ള അബദ്ധ സഞ്ചാരങ്ങളും ഒക്കെ കൂടിക്കലർന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് ചൂതാടുന്ന ഒരു തരത്തിലുള്ള ജീവിതശൈലി അതല്ല മാതൃക. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇന്നത്തെ തലമുറയുടെ പ്രശ്നം ജീവിതം കൊണ്ട് പന്താടുകയാണ്, ചൂതാടുകയാണ്. അങ്ങനെയുള്ള ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്ത, തെറ്റായ മാതൃകകൾ കാണിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ യൗവനക്കാരെ കൂടുതൽ തെറ്റിലേക്ക് തള്ളിവിടുന്നു എന്നൊരു സങ്കടം, എൻ്റെ സങ്കടം അങ്ങ് തുറന്ന് പറയുകയാണ്. മാപ്പാക്കണമേ എന്നൊരു അപേക്ഷയോടുകൂടെ. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ തെറ്റുകൾ അത്ര അധികം വെളിപ്പെട്ടു വന്നാലും പിന്നെയും അവർക്ക് ഫാൻസ് ബാക്കിയുള്ളത് കൊണ്ട് മാപ്പ് ചോദിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തോളണമേ കർത്താവേ എന്നൊരു പ്രാർത്ഥന മാത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.